സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ PJ വിൻസെന്റിനെയും പ്രതീക്ഷിക്കുന്നു. ഇസ്രയേലിൽ നിന്ന് ഷിജു ദേവസ്യയും ചേരും അല്പസമയത്തിനകം. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, ഏറ്റവും രക്തരൂഷിതമായ ഒരു യുദ്ധം ഇസ്രയേലും ഹമാസും തമ്മിൽ ഇതുവരെ ഉണ്ടായതിലെല്ലാം തന്നെ ഈ 5 മാസം പിന്നിട്ട് 6 മാസത്തിലേക്ക് കടക്കുന്നു ആ യുദ്ധം എന്ന് പറയുമ്പോൾ യുദ്ധത്തിന്റെ ഭീകരത പറയുന്നതിനും അപ്പുറമാണ്. പക്ഷേ ഈ ഒരു ഷെല്ലാക്രമണത്തിൽ മലയാളി മരിക്കുമ്പോഴാണ് വീണ്ടും മലയാളി മാധ്യമങ്ങളടക്കം അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത് എന്ന് സ്വയം വിമർശനാത്മകമായിട്ട് തന്നെ പറയണം. ആ ഒരു സാഹചര്യം അത് എത്രത്തോളം പേടിപ്പെടുത്തുന്നതാണ്? വീണ്ടും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ, പശ്ചിമേഷ്യ കൂടുതൽ ആശങ്കയ്ക്ക് വകയൊരുക്കുന്നുണ്ടോ? അപർണ, യുദ്ധം 5 മാസം പിന്നിടുന്നു. 30,000-ൽ പരം ജീവൻ കവർന്നുകൊണ്ട് 5 മാസത്തിലധികമായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം. ആ യുദ്ധത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകളുടെ ഒട്ടധികവും ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന കാഷ്വാലിറ്റികളും അതുപോലെ നിസ്സഹായരായ പലസ്തീൻ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളുമാണ്. അത്യപൂർവമായി മാത്രമേ ഇന്ത്യൻ വംശജർ അല്ലെങ്കിൽ ഭാരത പൗരന്മാർ, ഇസ്രയേലിലുള്ള ഭാരത പൗരന്മാർ അപകടത്തിൽപ്പെടുന്നുള്ളൂ. യുദ്ധം തുടങ്ങിയ 7-ാം തീയതി, ഒക്ടോബർ മാസം 7-ാം തീയതി 2023 ഒക്ടോബർ 7-ാം തീയതി തുടങ്ങിയ യുദ്ധത്തിൻ്റെ ആദ്യ നാളുകളിൽ ഒരു ഇന്ത്യൻ ഹെൽത്ത് ഗിവർക്ക് പരിക്ക് പറ്റിയതായി നമ്മൾ വാർത്ത കണ്ടു. അതിനുശേഷം ഇപ്പോഴാണ് ആദ്യമായിട്ടാണ്, യുദ്ധത്തിന് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ കാഷ്വാലിറ്റി സംഭവിക്കുന്നത്. കൊല്ലംകാരനായ നിബിൻ മാക്സ്വെൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം പോയിട്ട് അധികം കാലം, അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ പോയതിന് ശേഷം അധിക കാലമായിട്ടില്ല എന്നോർക്കണം. അധികകാലമൊന്നുമല്ല, വെറും 2 മാസത്തിൽ താഴെയാണ്. ജനുവരി മാസമാണ് പോയത്. അപ്പോൾ അങ്ങനെ പോകാൻ തക്ക ഒരു സുരക്ഷിതമായ മേഖലയാണോ ഇസ്രയേൽ? യുദ്ധഭൂമിയായ ഇസ്രയേൽ ഗാസ പ്രദേശത്തേക്ക് വൻതോതിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുൾപ്പെടെ വലിയ തോതിൽ ആളുകൾ കടന്നു വരുന്നു. തൊഴിൽ അന്വേഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തൊഴിൽ വിസയിൽ തന്നെ വരികയാണ്, തൊഴിൽ വർക്ക് പെർമിറ്റ് കിട്ടി വരികയാണ്. അതിനുള്ള സാഹചര്യങ്ങളാണ് അപർണ നമ്മൾ പരിശോധിക്കേണ്ടത്. യഥാർത്ഥത്തിൽ വലിയൊരു വാക്യൂം, ഒരു ശൂന്യത അവിടെ നിലനിൽക്കുന്നു ഇസ്രയേലിൽ തൊഴിൽ രംഗത്ത് വലിയ തോതിൽ. ആ വിഷയത്തിലേക്ക് തന്നെ ഞാൻ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ചോദിക്കുകയാണ്. 5 മാസമായിട്ട് യുദ്ധം നടക്കുകയാണ്. അപ്പോൾ യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് വീണ്ടും ജോലി തേടി ഒരാൾ പോകുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം അലർട്ടുകളുടെ ഒരു കുറവ് അവിടെയുണ്ടോ? അല്ലെങ്കിൽ ആശങ്ക മാറി നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രോമിസ് കിട്ടിയിട്ടുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ ഈ എംബസിക്ക് അടക്കം അതിനകത്ത് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറയേണ്ടതായി വരുമോ? അപ്പോൾ ഇതിനെ 2 രീതിയിൽ നമ്മൾ നോക്കിക്കാണണം. ഒന്ന്, ഏത് യുദ്ധമാണെങ്കിലും, ചെറുതോ വലുതോ ഏത് യുദ്ധമാണെങ്കിലും സ്വാഭാവികമായി സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ മറ്റൊരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട്. കേരളത്തിലെ ആളുകൾ എപ്പോഴും സാധ്യതകൾ ഏറ്റവും ആദ്യം തിരിച്ചറിയുന്ന ആളുകളാണ്. മധ്യപൗരസ്ത്യ പ്രദേശത്തെ എണ്ണ കണ്ടെത്തിയ ഉടനെ തന്നെ പെട്രോളിയത്തിൻ്റെ വലിയ കലവറയാണ്, വലിയ വാണിജ്യ സാധ്യതയാണ് എന്ന് കണ്ടെത്തിയ ആ നിമിഷം തന്നെ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള വലിയ തോതിലുള്ള ആളുകൾ ആ പ്രദേശത്തേക്ക് ചേക്കേറിയത് നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് മലേഷ്യ, സിംഗപ്പൂർ പ്രദേശത്തേക്കും ശ്രീലങ്കയിലേക്കുമൊക്കെ ആദ്യം കുടിയേറിയവരിൽ മലയാളികൾ ഉണ്ട് എന്നത്, വലിയ തോതിൽ മലയാളികൾ ഉണ്ട് എന്നതും നമ്മുടെ ഒരു കുടിയേറ്റ പ്രവണത. കുടിയേറ്റം മാത്രമല്ല, തൊഴിൽ സാധ്യതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാനൊന്ന് ഇടപെടുന്നു ദയവായി. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, ഇസ്രയേലിൽ നിന്ന് ഷിജു ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ഷിജു ദേവസ്യ ഉള്ളത് ആശുപത്രിയിലാണ്, പരിക്കേറ്റവർക്കൊപ്പം കൂടിയാണ് ഷിജു. ഏതായാലും ആ ഒരു സാഹചര്യം മനസ്സിലാക്കുന്നുണ്ട്. പരിക്കേറ്റവരുടെ നില ഏത് തരത്തിലാണ്? ആ 2 പേരുടെയും സ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ? പരിക്കേറ്റവരുടെ ഇപ്പോഴത്തെ അവസ്ഥ സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. അത്ര സാരമായ പരിക്കുകളല്ല. ഞാനിപ്പോൾ ഉള്ളത് തെറ്റത്തിക്ക ബെല്ലിംഗ്സൺ ഹോസ്പിറ്റലിലാണ്. ഇവിടെ ബുഷ് ജോർജ് എന്ന ഇടുക്കിയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ സുഹൃത്താണുള്ളത്. അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഒരു വശത്താണ് പരിക്കേറ്റിട്ടുള്ളത്. അത് ഷെല്ല് നിലത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ തെറിച്ചു വീണ കല്ല്, മണൽത്തരികളൊക്കെ പതിച്ചിട്ടാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. 2ാമത്തെ ആള് നമ്മുടെ ഇടുക്കി സ്വദേശിയായിട്ടുള്ള മെൽവിൻ എന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് കൈക്ക് ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. വലിയ അധിക ദിവസം ഹോസ്പിറ്റലൈസേഷന്റെ ആവശ്യം ഉണ്ടാവില്ല. ബുഷ് ജോർജിന്റെ ആണെങ്കിലും ഇത് വളരെ എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലിലുള്ള ഒന്നാണ് ഇവിടെ ഉള്ളത്.
അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലോ പിന്നീടുള്ള കവറിങ്ങിന്റെ കാര്യത്തിലോ അവരിന്ന് സംസാരിച്ച ഡോക്ടർക്ക് ഒരു വലിയ ഡോക്ടർമാരുടെ ടീമുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. അവരെല്ലാവരും വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവര് ഫുള്ളായിട്ട് റിക്കവർ ചെയ്ത് 1, 2, 3 ദിവസങ്ങൾ കൊണ്ടല്ല, എല്ലാ രീതിയിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും കൗൺസിലിംഗ്, ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് പഴയ ആളെ പൂർണ്ണ രൂപത്തിലാക്കി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവർക്ക് പുറത്തെത്തിക്കാൻ സാധിക്കുന്നവർ പറയുന്നു. നിലവിൽ ബുഷ് സ്റ്റേബിൾ ആണ്, ഒരു പ്രശ്നങ്ങളുമില്ല. വീഡിയോ കോൾ വിളിച്ച് വീട്ടിലേക്ക് സംസാരിക്കുന്നു, മകൾ കുഞ്ഞിന്റെ അടുത്തും ഭാര്യയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും തന്നെ എല്ലാവരും ബുഷിന്റെ കണ്ടീഷൻ സ്റ്റേബിൾ തന്നെയാണ്. ഷിജു, നേരത്തെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു, നമ്മൾ കുറെ മാസങ്ങൾക്ക് മുൻപ് തന്നെ അത് പങ്കുവെച്ചതാണ്. പക്ഷെ അതിനുശേഷം ഇസ്രയേലിലുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആ ആശങ്കയിൽ നിന്നെല്ലാം പുറത്തു കടന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് മാറി നിൽക്കുകയാണോ? വീണ്ടും ആശങ്കയിലോട്ട് നിങ്ങൾ പോകുന്ന ഒരു ഇൻസെക്യൂർ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ ഇപ്പോൾ? ഇല്ല പറഞ്ഞോ, അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. കാരണം ഇതിൽ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിട്ടാണ് ഇപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. കാരണം യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഗാസ ബോർഡറിൽ നിന്ന് ഒരുപാട് ഉള്ളിലേക്ക് കടന്നിട്ടാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ ഉള്ളില് ഒരു യുദ്ധ സാഹചര്യമോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഭയപ്പെടുത്തുന്ന സാഹചര്യമോ ഇല്ല, ഇപ്പോഴും അല്ല, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല. ഇത് ലെബനോണിന്റെ ബോർഡറിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. അതുകൊണ്ട് അത് ഒരു പ്രശ്നമായിട്ട് അധികം ആരെയും ബാധിച്ചിട്ടില്ല. നമ്മുടെ ദൗർഭാഗ്യം എന്ന് പറഞ്ഞ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ സുഹൃത്ത് അന്ന് ഒരു കൃഷിയിടമൊന്നും ഒരിക്കലും ടാർഗറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളല്ല. അങ്ങനെയുള്ള സ്ഥലത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് സൈറൻ പോലും ഇല്ലാതെ വന്ന് പതിച്ച ഒരു ഷെല്ലാണ്. അത് തികച്ചും ഒറ്റപ്പെട്ട സംഭവം എന്ന് തന്നെ പറയാനാണ് എനിക്ക് ആഗ്രഹം. കാരണം ഇതുപോലെ മറ്റു സ്ഥലങ്ങളിലും ബോർഡർ ഏരിയകളിൽ ഒരുപാട് പേര് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവര് ആരും ഭയമൊന്നുമല്ല ജോലി ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു സംഭവത്തോടുകൂടി ഭയപ്പാട് അതിർത്തികളിലേക്ക് ജോലി ചെയ്യുന്ന ഒരു അതിർത്തി പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഇടയ്ക്ക് ഒരു ഭയം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ആളുകളെല്ലാം. ഇന്ത്യൻ എംബസി എന്തെങ്കിലും പുതുതായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടോ? കൂടുതൽ സേഫ് ആയിട്ടുള്ള പ്ലേസുകളിലേക്ക് പോകാൻ അങ്ങനെ എന്തെങ്കിലും ഇന്ത്യൻ എംബസി നിങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ടോ? ഒരുപക്ഷെ ഷിജു ആയിരിക്കില്ല ഞാൻ ചോദിക്കുന്നത്, മറ്റ് പ്രദേശങ്ങളിൽ അങ്ങനെയുണ്ടോ? ഇല്ല, ഇന്ന് ഇന്ത്യൻ എംബസി എന്നുള്ള ഉദ്യോഗസ്ഥര് ഇന്ത്യൻ കൗൺസിലർ ജെ.കെ. നിക്ലസ് അദ്ദേഹത്തോടൊപ്പം എല്ലാവരും ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഒപ്പം അവിടെ വന്ന് ഒരു അരമണിക്കൂറോളം ബുഷിന്റെ അടുത്ത് ചെലവഴിച്ചിട്ടാണ് അവർക്ക് ഇപ്പോഴും സേഫ് ആയിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് മാറാനായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അല്ലാതെ പ്രത്യേകിച്ച് ഇതിന്റെ പേരിലൊരു നിർദ്ദേശമൊന്നും ഇവിടെ പുറപ്പെടുവിച്ചിട്ടൊന്നുമില്ല. ഒറ്റ കാര്യം കൂടി ഷിജു, ഈ വലിയ രീതിയിലുള്ള ഒരു ഇഷ്യൂ വന്ന സമയത്തൊക്കെ നമ്മളത് ചർച്ചയ്ക്കൊക്കെ ചെയ്തതാണ്. ഷിജുവിന്റെ തന്നെ പ്രസൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം അത് മാറി നിൽക്കുമ്പോൾ കൂടുതൽ മൈഗ്രേഷൻ ഇസ്രായേലിലേക്ക്, പ്രത്യേകിച്ച് മലയാളികളുടെ ഭാഗത്ത് തന്നെ ഈ 2 മാസം മുൻപാണല്ലോ നിബിൻ അങ്ങോട്ട് ചെല്ലുന്നത്. അതായത് കൂടുതൽ മലയാളികൾ ഈ സമയങ്ങളിലും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതിനൊരു തടസ്സം വന്നിട്ടില്ല. അതായത് കൂടുതൽ പേരുടെ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട്. അത് ശരിയാണല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗവൺമെന്റ് കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അഗ്രികൾച്ചർ വിസ, അതുപോലെ കൺസ്ട്രക്ഷൻ വിസ, മറ്റു ഫീൽഡുകളിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അതിനൊന്നും ആരും അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് എടുത്തുകൊണ്ട് ആരും അത് പിന്മാറുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം ഈ ദിവസങ്ങളിലെല്ലാം പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും വരാനിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനൊരു പ്രത്യേകിച്ചൊരു സാഹചര്യം, യുദ്ധ സാഹചര്യം അല്ല ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്യാത്തതുകൊണ്ടായിരിക്കും നാട്ടിൽ നിന്ന് പുതിയതായിട്ട് ആളുകൾ വരുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ആശങ്ക മാറി നിൽക്കട്ടെ, സേഫായിട്ട് തന്നെ ഇരിക്കട്ടെ. ഷിജു ദേവസ്യ ഇസ്രയേലിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നതിന് വീണ്ടും ഡോക്ടർ മോഹൻ വർഗീസ്, അതായത് നമ്മൾ ആ പറഞ്ഞു നിന്ന അതേ പോയിന്റിൽ തന്നെ എത്തുകയാണ്. അവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ്. ഇത് ഒരു വലിയ ഒരു ആശങ്ക പടർത്തുന്ന ഒരു സാഹചര്യമായിട്ട് അവർ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലത്തുള്ള മൈഗ്രേഷൻ കൂടുന്നു, വീണ്ടും റിക്രൂട്ട്മെന്റ് നടക്കുന്നു, മലയാളികൾ വീണ്ടും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കൂടിയാണല്ലോ ഷിജു ഇസ്രയേലിൽ നിന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് ഇവിടെ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതൊന്നുമില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അല്ലെങ്കിൽ സോഷ്യൽ സാഹചര്യങ്ങൾ കൊണ്ട് മറ്റു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇസ്രയേലിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഒന്നും തടഞ്ഞു നിർത്താനൊന്നും കഴിയില്ല. അപ്പോൾ എന്താണ് പിന്നെ അതിലെന്ത് ഒരു പോം വഴിയാണ്, എന്ത് സൊല്യൂഷനാണ് പറയാൻ കഴിയുക? അത് അപർണ, ഇത് മനുഷ്യനെ, പ്രത്യേകിച്ച് മലയാളികളെ പ്രചോദിപ്പിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവിടെ സംഭവിച്ച വലിയ തോതിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക്. ഗസയിൽ നിന്നുള്ള ഏതാണ്ട് 1 ലക്ഷത്തോളം തൊഴിലാളികൾ, മിക്കവാറും ബ്ലൂ കോളർ ജോബ് ചെയ്യുന്ന
ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഫാം തൊഴിലാളികളാണ്. ഈ തൊഴിലാളികൾ പിന്നെ വർക്ക് പെർമിറ്റ് നിഷേധിച്ചിരിക്കുകയാണ് യുദ്ധം തുടങ്ങിയതിന് ശേഷം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയ തോതിലുള്ള ലേബർ ആവശ്യമാണ് ഇസ്രയേലിനുള്ളിലുള്ളത്. അതോടൊപ്പം തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ ഹെൽത്ത് കെയർ ഗിവർ, അതൊരു വലിയൊരു ഒരു 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 സാധ്യതയാണ്. പ്രായമുള്ള ഇസ്രയേൽ പൗരന്മാരെ പരിചരിക്കുന്നതിനും അവർക്ക് തുണ നിൽക്കുന്നതിനുമായി ആളുകളെ കൊണ്ടുപോകുന്നൊരു പതിവുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്നു. 18,000 ഇന്ത്യക്കാരാണ്, 18,000 ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സാണ് ഇസ്രയേലിലുള്ളത്. അവരിൽ ഏതാണ്ട് ഒരു പകുതിയിലധികവും, ഒരു 14,000-ഓളമെങ്കിലും ഹെൽത്ത് കെയറുമായും അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, നേഴ്സസ് ആൻഡ് ഹെൽത്ത് കെയർ ഗിവേഴ്സ് ഈ കാറ്റഗറിയിൽ വരുന്നവരാണ്. ഒരു ചെറിയ വിഭാഗം വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ സഞ്ചാരികളാണ്. അങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ വംശജരായ ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സായ ഇന്ത്യൻ പൗരന്മാർ ഇസ്രായേലിലുള്ളത്. പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, യുദ്ധം സംഭവിച്ചതുകൊണ്ട് ഒരു പെട്ടെന്നുണ്ടായ ശൂന്യത ഫില്ല് ചെയ്യാനായി ഏറ്റവും അധികം ഇന്ത്യക്കാർ തിക്കി തിരക്കി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിന് ഊർജം പകരാനെന്ന വണ്ണം കഴിഞ്ഞ 2023 മെയ് മാസം ഇന്ത്യൻ ഗവൺമെൻറ്റും ഇസ്രയേലും തമ്മിൽ ഒപ്പിട്ട ഒരു ധാരണാപത്രം അനുസരിച്ച് 42,000 പേരെയാണ്, ലേബർ ആളുകളെയാണ് അവിടെ കൊണ്ടുപോകാനുള്ള ധാരണാപത്രം ഒപ്പിട്ടത്. അതനുസരിച്ച് വളരെ യുദ്ധത്തിന് മുൻപ് തന്നെയാണ് ഇസ്രായേലിൽ വിവിധ സെക്ടറിലാണ്, ഓരോ സെക്ടറിനും ഇത്ര വീതം എന്ന കണക്കിൽ ആ ഒരു കാര്യം അവിടെ നിലനിൽക്കെ ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒക്ടോബർ 7 യുദ്ധം സംഭവിക്കുന്നത്. ഈ സാങ്കേതികമായിട്ട് യുദ്ധം സാഹചര്യം തുടരുമ്പോഴും ആ പ്രോസസ്സിങ്ങിന് മാറ്റം ഒന്നും ഉണ്ടാകുന്നില്ല അല്ലേ? അത് ടെക്നിക്കലി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ആ റിക്രൂട്ട്മെന്റ് ഉടനടി അവിടെ ഒക്ടോബർ 7 ചെറിയൊരു പോസ് ഉണ്ടായി. അവിടെ ഒരു ആശങ്കയുണ്ടായി, ആശയക്കുഴപ്പമുണ്ടായി. ഭാരത സർക്കാർ ഇവാക്യുവേഷൻ, മറ്റെല്ലാ രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഭാരതം ഉണർന്ന് പ്രവർത്തിച്ചതുപോലെ തന്നെ ഭാരതം വിമാനങ്ങളെ അയച്ചുകൊണ്ട് അവിടുത്തെ ഈ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ, ഇന്ത്യൻ വംശജരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഊർജ്ജസ്വലമായ ശ്രമങ്ങൾ നടത്തി. പക്ഷേ കുവൈറ്റ് യുദ്ധത്തിൽ 1991-92 സംഭവിച്ചതുപോലെ അല്ല ഇവിടെ സംഭവിച്ചത്. വലിയ തോതിൽ ആളുകൾ വിസമ്മതിച്ചു, അവിടെ തിരിച്ചു പോരാൻ വിസമ്മതിച്ചു. കാരണം ഇസ്രയേലിനുള്ളിൽ അവരനുഭവിച്ചിരുന്ന ഒരു സുരക്ഷാ സിറ്റുവേഷൻ ഒരു 2 പതിറ്റാണ്ടിന് മുമ്പിൽ നടന്ന. തീർച്ചയാണ്, എനിക്ക് ഓർമ്മയുണ്ട്. കൃത്യമായിട്ട് നമ്മൾ ചർച്ചയ്ക്കൊക്കെ വിളിക്കുന്ന സമയത്ത് തന്നെ ഇസ്രയേലിലുള്ള മലയാളികൾ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു, തിരിച്ചു പോരാൻ വിസമ്മതിച്ചിരുന്നതായിരുന്നു. അതിനുള്ള കാരണമുണ്ട് പറഞ്ഞാൽ. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 12 ലക്ഷം മുതൽ 18 ലക്ഷം വരെ രൂപ മുടക്കിയാണ് ഇസ്രയേൽ പോകാനുള്ള ഈ രേഖകളും അനുമതി പത്രങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാം സാധാരണക്കാരായ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം ഇസ്രയേലിൽ ജോലി ചെയ്താൽ അവർക്ക് സേവിങ്സ് ആയിട്ട് ഏതാണ്ട് 8 മുതൽ 10 ലക്ഷം വരെ സേവിങ്സ് ലഭിക്കുമ്പോൾ 2-3 വർഷം കൊണ്ട് മുടക്കിയ മുതൽ തിരിച്ച് കിട്ടും. പക്ഷേ ചെന്ന ഉടനെ തന്നെ മഹാഭൂരിപക്ഷം പേരും, ഈ 18 ലക്ഷം പേരുണ്ടെന്ന് പറയുന്നതിൽ മഹാഭൂരിപക്ഷവും കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ എത്തിപ്പെട്ടവരാണ്. അവർക്ക് ഉടനെ തന്നെ തിരിച്ചു പോരാവുന്ന ഒരു സാഹചര്യമല്ല, സാമ്പത്തിക സാഹചര്യമല്ല, മാനസിക സാഹചര്യമല്ല. അതുകൊണ്ടാണ് അവർ തിരിച്ചു വരാൻ പലപ്പോഴും വിസമ്മതിക്കുന്നത്, സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ പോലും. പക്ഷേ ആ സുരക്ഷാ ഭീഷണി ഇത് ഒറ്റപ്പെട്ട സംഭവം. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷയം കേവലം ഒറ്റപ്പെട്ട സംഭവമാണ്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ആൻറ്റി ടാങ്ക് ഒരു മിസൈലാണ്. അത് വന്ന് പതിച്ചത് ഒരു ഓർക്കിഡിൻ്റെ മേലാണ്. അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ഫാമാണ്. ആ ഫാമിൽ ജോലി ചെയ്തിരുന്ന ആളുകളെയാണ് അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന കൊല്ലംകാരൻ ചെറുപ്പക്കാരൻ മരിക്കുന്നത് ആ ഒരു ആക്രമണത്തിലാണ്. ഓക്കെ, ഞാൻ തിരികെ എത്താം. ഡോക്ടർ PJ വിൻസെന്റ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ PJ വിൻസെന്റ്, 5 മാസമായി യുദ്ധം തുടരുന്ന ഗാസയിൽ ചുരുങ്ങിയത് ഒരു 6 ആഴ്ചത്തെങ്കിലും വെടിനിർത്തൽ വേണമെന്ന് US കമല ഹാരിസ് അടക്കം പറഞ്ഞ ഒരു സാഹചര്യം നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കലാമിറ്റി സംഭവിക്കുന്നത്. മലയാളിക്ക് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ മാത്രം നമുക്ക് പൊള്ളിയാൽ പോരല്ലോ. ഈ ആശങ്ക പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലും എന്തുകൊണ്ട് വീണ്ടും ഒരു മൈഗ്രേഷൻ സംഭവിക്കുന്നു, അതിനെക്കുറിച്ചാണ് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞു നിർത്തുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. അതൊരു സോഷ്യൽ സാഹചര്യം വെച്ചുകൊണ്ടുകൂടിയാണ്. അത് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കട്ടെ, ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ ഇപ്പോഴുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിട്ടാണോ വിചാരിക്കുന്നത്? ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം 1948 ഇസ്രായേലിന്റെ രൂപീകരണം മുതൽ തന്നെ അവിടെയുണ്ട്. കാരണം യുദ്ധം ഒഴിവായ ഒരു സന്ദർഭം വളരെ കുറച്ച് മാത്രമേ
ഇസ്രായേലും അതിന്റെ ബോർഡർ സ്റ്റേറ്റുകളുമായിട്ടും ഉണ്ടായിട്ടുള്ളൂ. ഈ നിലവില് 81 കിലോമീറ്റർ ആണ് അതിർത്തിയുള്ളത് ലെബനനും അതുപോലെ ഗൊലാൻ ഹൈറ്റ്സും കൂടെ ചേർന്നിട്ടുള്ള പ്രദേശത്ത്. ഈ ബോർഡർ ഏരിയയിൽ കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസിന്റെ അക്രമവും അതിനെ തുടർന്നുണ്ടായ സൈനിക നടപടിയുടെയും ഫലമായി ഈ ഏരിയയിലേക്കൂടി കൂടി യുദ്ധം, നിരന്തരമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതിനകം തന്നെ 240ഓളം ആളുകൾ ഈ ലെബനൻ ഇസ്രായേൽ ബോർഡറിലുള്ള ആക്രമണങ്ങളിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതില് 32 ആളുകൾ സിവിലിയന്മാരാണെന്നാണ് UN തന്നെ നൽകുന്ന കണക്ക്. അപ്പോൾ ഒരു റീജിയണൽ എസ്കലേഷനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഗാസയിൽ മാത്രമല്ല യുദ്ധം നടക്കുന്നത്. അത് ഗാസയിലെ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒക്ടോബർ 7 തന്നെ ഹിസ്ബുള്ള ധാരാളം മിസൈലുകൾ ഇസ്രായേലിന്റെ സെറ്റിൽമെന്റ് ഏരിയയിലേക്ക് അയക്കുകയുണ്ടായി. അപ്പോൾ ഈ ബോർഡറിൽ താമസിക്കുന്ന സെറ്റിൽമെന്റ് ഏരിയകളിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെന്റും ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഇതിനു മുമ്പ് ഒരു മലയാളി വനിത കൊല ചെയ്യപ്പെട്ട സാഹചര്യമൊക്കെ ജനാധിവാസ കേന്ദ്രത്തിലേക്ക് ഉണ്ടായിട്ടുള്ള മിസൈൽ ആക്രമണത്തിന്റെ ഫലമായിട്ടാണ്. ഇത് പക്ഷേ ഒരു കൃഷിയിടത്തിലാണ് ഈ ആക്രമണം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ആന്റി ടാങ്ക് മിസൈലാണ് അവിടെ ഒന്ന് പതിച്ചത്. അത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഫയർ ചെയ്തതാണോ അതോ ഒരു മിസ്ഫയർ ആണോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം സാധാരണഗതിയിൽ ഒരു കൃഷിയിടം ടാർഗറ്റ് ആക്കുന്നതുകൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ മേഖലയിലെ ഏറ്റവും സംഘടിതമായ ഒരു ഓർഗനൈസേഷനാണ് ഹിസ്ബുള്ള. അപ്പൊ ഹിസ്ബുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്. അതൊരു സാധാരണ സൈന്യത്തെക്കാൾ റെഗുലർ ആർമിയെ പോലെ തന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു സംഘമാണ്. ഒരുപക്ഷെ അത് ഹമാസിനേക്കാൾ ശക്തമായ ഒരു സൈന്യമാണ്. അപ്പൊ ഹിസ്ബുള്ളയും ഇസ്രായേൽ IDF-ഉം തമ്മിൽ ഈ ഒക്ടോബർ 7 സംഘർഷം ആരംഭിച്ച മുതൽ തന്നെ നിരന്തരമായ സംഘർഷം നടക്കുന്ന ഒരു മേഖലയാണ് അവിടെ ഇതിനകം തന്നെ ലെബനൻ സൈഡിൽ നിന്ന് ഏകദേശം 80,000-ത്തിലധികം ആളുകൾ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്, ഇന്റർനലി ഡിസ്പ്ലേസ്ഡ് ആയിട്ട്. അതുപോലെ ഇസ്രായേലിന്റെ മേഖലയിലും അതിർത്തി പ്രദേശത്തു നിന്നും ധാരാളം ആളുകളെ ഇസ്രായേലും ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ അതിർത്തിക്കും ലെബനനും ഇടയിൽ ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഇസ്രായേലിന്റെ മുന്നിലുള്ള ഒരു സൈനിക ലക്ഷ്യമായി നിൽക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഹിസ്ബുള്ളയ്ക്ക് ഇങ്ങോട്ട് ആക്രമിച്ച് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ അവിടുത്തെ ബ്ലൂ ലൈൻ എന്ന് പറയുന്ന അതിർത്തി, നേരത്തെ ഗ്രീൻ ലൈൻ ആയിരുന്നു, ഇപ്പോൾ ബ്ലൂ ലൈൻ ആണ്. ഈ ബ്ലൂ ലൈൻ അതിർത്തിയുടെ ഇപ്പുറത്തേക്ക് ഉള്ള ഇസ്രായേലി സെറ്റിൽമെന്റുകളും കിടയിലും ഒരു ദൂരം വെക്കുകയും അതിനൊരു ബഫറായി നിലനിർത്താൻ പറ്റുകയും ചെയ്ത രീതിയിലാണ് ഇസ്രായേലിന്റെ സൈനിക ലക്ഷ്യങ്ങൾ ആ മേഖലയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മേഖലയിൽ എപ്പോഴും ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തിന്റെ പരിധിയിൽ തന്നെയാണ് ആ പ്രദേശം. അയൺ ഡോം എന്ന സംവിധാനത്തിനൊന്നും പൂർണ്ണമായും മിസൈൽ പ്രതിരോധം നടത്താൻ കഴിയില്ല എന്നുള്ളത് ഒക്ടോബർ 7 അതിനിടയിൽ ഈ മലയാളി റിക്രൂട്ട്മെന്റ് അവസാനിച്ചിട്ടില്ല, അത് തുടരുകയാണ് എന്ന് കൂടിയാണ് ഇസ്രായേലിൽ നിന്നുള്ള ഒരാൾ കൂടി നമ്മളോടൊപ്പം ചേർന്നപ്പോൾ പറഞ്ഞത്. അതാണ് അത് ഒരു പക്ഷേ ഇവിടെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട ഇടപെടൽ ഉണ്ടാകേണ്ടതാണോ അതോ ഇത് സ്വയം ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണോ എന്നൊക്കെയുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. തീർച്ചയായിട്ടും അതിലൊരു ആശങ്കാകരമായ കാര്യമൊന്നുമില്ല. ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിലെ കാശ്മീരിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്ത്യയിലെ തന്നെയുള്ള സംഘർഷ മേഖലയിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ എത്രയോ സേഫ് ആണ് ഇസ്രായേലിനകത്ത്. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇസ്രായേലിനകത്ത് യുദ്ധമില്ല. ഇതിനു മുമ്പ് സൂചിപ്പിച്ച ആളുകൾ ഒക്കെ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. ഇസ്രായേലിനകത്തല്ല യുദ്ധം ഗസയുടെ കിഴക്കൻ അതിർത്തിയിൽ വരെ എത്തി നിൽക്കുന്ന മേഖലയിലാണ് പ്രധാനമായി യുദ്ധമുള്ളത്. അത് ലെബനൻ അതിർത്തിയിലാണെങ്കിൽ അതൊരു സ്കിർമിഷസ് എന്നൊക്കെ പറയാവുന്ന തലത്തിലേ ഉള്ളൂ. ഇരു സൈന്യവും അല്ലെങ്കിൽ ഹിസ്ബുള്ളയും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം അവിടെയുമില്ല. അവിടെയും മൈനർ സ്കിർമിഷസ് ഉണ്ടാകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പം കുവൈറ്റ് ലിബറേഷൻ വാറിന്റെ കാലത്ത് അല്ലെ ഇറാഖ് യുദ്ധം പോലെ ഒരു കരയുദ്ധവും ഒരു പൂർണ്ണമായ യുദ്ധ സമാനമായ സാഹചര്യം അല്ല ഇവിടെയൊന്നും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ റിക്രൂട്ട്മെന്റ് തടയത്തക്ക വിധത്തിലുള്ള ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് അകത്തില്ല.
അതേസമയം ഇപ്പം ഗസയിലേക്ക് നമ്മൾ ആളുകൾ നമുക്ക് അയക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല, വെസ്റ്റ് ബാങ്കിലേക്ക് അയക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. അവിടെയൊക്കെ ഏത് നിമിഷവും ആളുകൾ കൊല ചെയ്യപ്പെടാമെന്ന് അതൊരു യുദ്ധമുഖമാണ്. അതേസമയം ഈ ബോർഡർ മേഖലയിൽ ഒരു സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ട്. അത് ഗവൺമെന്റ് അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഈ നമ്മളിപ്പോൾ പോകുന്ന ആളുകൾ ഈ ബ്ലൂ കോളർ ജോലിക്കാരിൽ ഒരു മഹാഭൂരിപക്ഷവും ഇപ്പോൾ അവർക്ക് മെയിൻ പവർ വേണ്ടത് ഇൻഡസ്ട്രിയൽ സെക്ടറല്ല, ശരിക്കും കൺസ്ട്രക്ഷൻ സെക്ടറിലാണ്. ഏകദേശം 80,000 മുതൽ 1,00,000 വരുന്ന ആളുകൾ കൺസ്ട്രക്ഷൻ സെക്ടറിൽ മാത്രമായിട്ട് ബ്ലൂ കോളർ ജോലിക്കാരായിട്ടുള്ള പലസ്തീനിയൻകാരുണ്ടായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടത് ഈ കാർഷിക ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന റിക്രൂട്ട്മെന്റ് ഒക്കെ ഇസ്രായേലിന്റെ ആവശ്യം അവരുടെ നിർമ്മാണ മേഖലയിലും വിശിഷ്യ ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിലും കൺസ്ട്രക്ഷൻ മേഖലയിലും അതുപോലെ ഈ കാർഷിക മേഖലയിലുമാണ് അവർക്ക് വേണ്ടത്. അത് ബ്ലൂ കോളർ ജോലിക്കാണ്, മാനുവൽ ലേബറിലാണ് അവർക്ക് ആളുകൾ, അത് ടെക്നിക്കൽ മെയിൻ പവർ അല്ല എന്ന് സാരം. അപ്പോൾ അവരെ അങ്ങനെ ഈ കാർഷിക മേഖലയിൽ അവർ നിശ്ചയിക്കുന്ന സമയത്ത് ബോർഡർ ഏരിയയിലുള്ള കൃഷിയിടങ്ങളിലേക്ക് നമ്മുടെ ആളുകളെ, അവിടെ സെക്യൂരിറ്റി ത്രെട്ട് ഉള്ളത് കൊണ്ട് അവിടെ ആ മേഖലയിലേക്ക് അയക്കരുത്. അങ്ങനെ അയക്കുവാണെങ്കിൽ അങ്ങനെ അവിടെയുള്ള ആളുകളെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം എന്ന നിലയിൽ അതിന്റെ ആ ഒരു പോയിന്റ് വ്യക്തമാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, അപ്പോഴും ആശങ്കയുള്ള ഒരു സാഹചര്യം ഈ ബോർഡർ സ്ഥിതിയിൽ, ആ യുദ്ധ സാഹചര്യം അവിടെ നിന്ന് മാറുന്നില്ല. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അകത്ത് ഒരു ആശങ്കയ്ക്കുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞ് നമുക്കത് സമാധാനിക്കാവുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ പോലും വിഷയം അവിടെ ബാക്കി നിൽക്കുകയാണ്. അതിനിടയിലാണ് റംദാൻ മാസം കണക്കിലെടുത്തുകൊണ്ടൊരു വെടിനിർത്തലിലേക്ക് കടക്കുന്നത്. ഖത്തർ ഒരു മധ്യസ്ഥം വഹിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ അത് ഒരു 6 ആഴ്ച എന്ന് പറയുന്നത് ഒരു നീണ്ടു നിൽക്കുന്ന സമയമാണ്. അത്രയും സമയം വെടിനിർത്തൽ അത് ഇസ്രായേൽ വീണ്ടും ആശങ്ക ഉണ്ടാക്കുന്നതല്ലേ? ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞതുപോലെ, ഹിസ്ബുള്ളയുടെ ഈ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? അപർണ, നേരത്തെ ഒരു വെടിനിർത്തൽ ഉണ്ടായതാണ്. ആ വെടിനിർത്തൽ ദീർഘിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇല്ലായിരുന്നു. ഇത് കൂട്ടരും അവരവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. ബന്ദികളെ കുറിച്ച് ഭാഗികമായി കൈമാറ്റം ചെയ്തു. ചില രീതിയിൽ പോസിറ്റീവായ ചില ഔട്ട്കം ഉണ്ടാകുമെന്ന പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് വീണ്ടും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ആക്രമണം തിരിച്ചുണ്ടാകുകയാണ്. കാരണം ഇസ്രായേലിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക എന്നതാണ്. അതുമാത്രമല്ല, ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിച്ചുകൊണ്ട് വരികയാണ്. പക്ഷേ ഇസ്രായേലിനെ ഒരു ബന്ദിയെപ്പോലും ബലം പ്രയോഗിച്ചുകൊണ്ട് സൈനിക നടപടിയിലൂടെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് വസ്തുതയായി അവശേഷിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഡിപ്ലോമസിയുടെ സാധ്യതകൾ ഇപ്പോഴും തുറന്നു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അപർണ സൂചിപ്പിച്ചതുപോലെ ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ ഈജിപ്തും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഖത്തറും എല്ലാം ചേർന്ന് ഒരു ഫോർമുല കൊണ്ടുവരികയാണ്. അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് റംസാൻ മാസമാണ്. റംസാൻ മാസം ഈ മുസ്ലിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട വളരെ പുണ്യ സ്ഥലമാണ് അൽ-അഖ്സ മോസ്ക്, അതുപോലെ കിഴക്കൻ ജെറുസലേം. ആ ഭാഗത്തേക്ക് ലോകത്ത് പല ഭാഗത്തു നിന്നും ആളുകൾ കടന്നു വരേണ്ടതുണ്ട്. ഒരു യുദ്ധ സമയത്ത് അങ്ങോട്ട് കടന്നു വരാവുന്ന അന്തരീക്ഷമല്ല. അതുകൊണ്ട് ആ സമയത്ത് എന്ത് വന്നാലും ഒരു വെടിനിർത്തലിനുള്ള സ്വാഭാവിക സാധ്യതയുണ്ട്. ലോകത്തെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട്, അറബി ലോകത്തെ, ഇസ്ലാമിക ലോകത്തെ പൂർണ്ണമായി വെറുപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന് യുദ്ധം തുടരാവുന്ന ഒരു അന്തരീക്ഷമല്ല. ആ ഒരു സമ്മർദ്ദമുണ്ട്. തീർച്ചയായും ഇസ്രായേൽ അതിന് വഴങ്ങുമോ? അങ്ങനെയെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വെടിനിർത്തൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ആ രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ കാതലായ ചോദ്യമെന്ന് പറയുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയം, ഇവിടെ ഡോക്ടർ പി ജെ വിൻസെൻ്റ് സൂചിപ്പിച്ചതും വളരെ ശരിയായ ഒരു കാര്യമാണ്. കാരണം അതിർത്തി മേഖലയിൽ ലെബനനുമായി അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലയിലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഷെല്ലാക്രമണം, ഈ ഒരു മിസൈൽ ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. അവിടങ്ങളിലെ കൃഷിയിടങ്ങളിൽ പണി ചെയ്യുന്ന അതാരായിരിക്കണം, അത് തീരുമാനമെടുക്കേണ്ട ഇസ്രായേൽ എടുക്കേണ്ട തീരുമാനമാണ്. വിദേശത്തു നിന്നും ഇങ്ങനെ പുതിയ റിക്രൂട്ട്സായിട്ട് വരുന്നവരെ അതിർത്തി മേഖലയിൽ വിന്യസിച്ച് തൊഴിലിടങ്ങളിലേക്ക് വിന്യസിപ്പിച്ച് ഓർച്ചഡുകൾ ഉൾപ്പെടെ പ്രദേശങ്ങളിലേക്ക്, ഫാമുകളിലേക്ക് വിന്യസിക്കുന്നതിൻ്റെ ന്യായാന്യായങ്ങൾ ഒരുപക്ഷെ അന്താരാഷ്ട്ര സമൂഹം സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഇവിടുന്ന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ജിയോഗ്രഫിയെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ട് തീർച്ചയായും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് നിരന്തരം ആക്രമണം ഉണ്ടാകുന്നു. അത് യുദ്ധം തുടരുന്നിടത്തോളം കാലം ഈ യമനിലെ ഹൂതികളുടെ ഭാഗത്തു നിന്ന് ചെങ്കടൽ ആക്രമണം ഉണ്ടാകുന്നത് പോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രദേശത്തേക്ക്, വടക്കൻ ഇസ്രായേലിലേക്ക്, തെക്കൻ ലെബനിൽ നിന്നും ഹിസ്ബുള്ള
യുടെ ഭാഗത്തു നിന്ന് വരുന്ന മിസൈൽ ആക്രമണം തുടരാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് യുദ്ധം അവസാനിക്കാതെ പൂർണ്ണ സുരക്ഷിതരാണ് അവിടെ പ്രവാസികളായി പോയിരിക്കുന്ന ഭാരതീയർ എന്ന് വിശ്വസിക്കുന്ന മൗഢ്യം തന്നെയാണ്. റൈറ്റ്, തീർച്ചയായിട്ടും. ശ്രീ പി ജെ വിൻസെന്റ്, ഇനിയിപ്പോൾ ഉറ്റുനോക്കാനുള്ളത് കെയ്റോയിൽ ഗാസ സമാധാന ചർച്ച നടക്കുന്നു. ഇസ്രായേൽ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ആ ഒരു 48 മണിക്കൂറിനകം വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. അതെങ്ങനെ ഉറ്റുനോക്കണം? ഏറ്റവും ആദേശയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകണം. കാരണം 30,000 ആളുകൾ ഇതിനകം കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു സമ്പൂർണമായ തകർച്ചയിലേക്കും പട്ടിണിയിലേക്കുമാണ് ഗാസയിലെ ജനങ്ങൾ പോകുന്നത്. 23 ലക്ഷം മനുഷ്യരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അത് ഒരു നേരത്തെ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും. കാരണം അത് അറബ് ലോകത്തിനും ഇസ്ലാമിക ലോകത്തിനും വിശുദ്ധമായ റംദാൻ മാസം വരികയാണ്. അപ്പൊ അത്തരം സന്ദർഭത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് എനിക്ക് കരുതുന്നത്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ ഒരു പക്ഷെ സാധ്യമായേക്കാം. പക്ഷെ എന്നാലും ഈ ഹിസ്ബുള്ള ലെബനൻ ബോർഡറിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് കാണാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ഈ ഇസ്രായേലി ബോർഡറിലൊക്കെയുള്ള ഒരു പ്രശ്നം അത് മേജർ എസ്കലേഷനും മൈനർ സ്ക്രിമിഷസും ആയിട്ട് അങ്ങനെ പോവുകയാണ്. ഇടവേളകളിൽ മേജർ എസ്കലേഷൻ ഉണ്ടാവും. ആ മേജർ എസ്കലേഷനുകളുടെ ഇടവേളകളിൽ മൈനർ സ്ക്രിമിഷസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഗസയിൽ തന്നെയാണെങ്കിലും 2008-ലും 2012-ലും 2014-ലും 2021-ലും 4 മേജർ എസ്കലേഷൻസ് ഉണ്ട്. 5ാമത്തെ മേജർ എസ്കലേഷൻ ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതിനിടയ്ക്ക് ധാരാളം ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകൾ ഇങ്ങനെ നിരന്തരം നടക്കുന്നുണ്ട്. അത് ലെബനൻ അതിർത്തിയിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ഇസ്രായേലി ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവര് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിശേഷിച്ച ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഇത്തരം തൊഴിലാളികളെ ഫാം വർക്കേഴ്സിനെയൊക്കെ അവരുടെ ഇന്നർ പാർട്ടികളിലേക്ക് നിയമിക്കാൻ വേണ്ടി അതിന് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായ നിർദ്ദേശം. ശരിയാണ്, തീർച്ചയായിട്ടും. അങ്ങനെ ഒരു പോയിന്റ് കൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉന്നയിക്കാവുന്നതാണ് ഈ അവസരത്തിൽ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാരണം നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചു പ്രവാസികൾക്ക് ആശങ്ക കൂടുകയാണോ ഇസ്രായേലിന് ചോദിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ളവരാണ് വോട്ട് ചെയ്യുന്നത്. പ്രധാനമായും 81% അത് ആശങ്ക കൂടുന്നു എന്നുള്ളൊരു വികാരമാണ്. അതങ്ങനെയല്ല എന്ന് 19% പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിനകത്ത് ഞങ്ങൾക്ക് ഭയമില്ല എന്ന് ഇസ്രായേലുള്ളവർ പറയുമ്പോൾ പോലും കേരളത്തിൽ അവരുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ പ്രവാസികളെ ഉറ്റുനോക്കുന്നവർക്ക് ആശങ്ക ബാക്കിയുണ്ട് എന്നുള്ളൊരു വിഷയമുണ്ട്. അതിനകത്ത് ഈ രീതിയിലുള്ള ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ, എവിടെയാണ് ഡിപ്ലോയ് ചെയ്യേണ്ടത് എന്നതടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അത് നാട്ടിലുള്ളവർക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലുള്ളവർക്കും ആശ്വാസകരമായ ഒരു കാര്യം കൂടിയായി മാറും. സമയപരിമിതി കൊണ്ടാണ് വീണ്ടും അതൊരു വലിയ ചർച്ചയാണ്. ഇതിലേക്ക് വീണ്ടും കടക്കാൻ കഴിയാത്തത്, അതിഥികളിലേക്ക് വീണ്ടും കടക്കാൻ കഴിയാത്തത്. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, ഒപ്പം ഡോക്ടർ പി ജെ വിൻസെന്റ് ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന്. ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.